എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് ഹൃദ്യമായ സുസ്വാഗതം. ചന്ദ്രൻ അഥവാ മൂൺ പ്ലാനറ്റിൻ്റെ 3 നക്ഷത്രങ്ങളിലൊന്നാണ് തിരുവോണം അഥവാ ശ്രാവൺ നക്ഷത്രം. നക്ഷത്രജാതരുടെ അറിഞ്ഞിരിക്കേണ്ട ചില സ്വഭാവ സവിശേഷതകളും 2026 ജൂൺ 1 മുതൽ 2027 ജൂൺ 30 വരെയുള്ള 13 മാസക്കാലം നിങ്ങളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. വാനവീഥിയിൽ മുഴക്കോൽ പോൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് തിരുവോണം അഥവാ ശ്രാവൺ. വിഷ്ണു ദേവതയും നക്ഷത്രചിഹ്നം അളവുകോലുമാണ്. തിരുവോണം നക്ഷത്രം മകരം രാശിയെ പ്രതിനിധാനം ചെയ്യുന്നു. അത്തവും രോഹിണിയുമാണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ. മകരം എന്ന പദത്തിന് മുതല എന്നൊരർത്ഥം കൂടിയുണ്ട്. പകുതി മുതലയും മുഖം മാനിൻ്റെ ആകൃതി കലർന്ന രൂപവുമാണ് സാധാരണയായി മകരം രാശിക്ക് പറയപ്പെടുന്നത്. മകരം രാശി ഒരു സ്ത്രീ രാശിയാണ്. ആകയാൽ പുരുഷ നക്ഷത്രജാതരേക്കാൾ കൂടുതൽ ശോഭിച്ചു വരുന്നത് സ്ത്രീ നക്ഷത്രജാതരായി കണ്ടുവരുന്നു. വേദനക്ഷത്രം തിരുവാതിരയുമാണ്. ഇവരുടെ ജന്മനക്ഷത്ര വൃക്ഷം എരുക്കാണ്. സ്വഭവനത്തിൽ എരുക്ക് നട്ടുപിടിപ്പിച്ച് വളർത്തിയാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതാണ്. ഇവരുടെ മൃഗം കുരങ്ങനും പക്ഷി കോഴിയും ആവുന്നു. ഈ നക്ഷത്രജാതർ കോഴിയെ ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ ആയുർദോഷം ഭവിക്കുന്നതാണ്. നക്ഷത്രാധിപനും ദശാനാഥനും ഭാഗ്യാധിപനും ചന്ദ്രഗ്രഹമാണ്. ഭാഗ്യരത്നം മുത്ത് അഥവാ പവിഴമാണ്. ഇവർ ഭാഗ്യരത്നം ധരിക്കുന്നത് മാതാവിൻ്റെ മരണശേഷമാവും ഉത്തമം. ഈ രത്നധാരണം മാതാവിന് ഗുണകരമായിരിക്കില്ല. എല്ലാ തിരുവോണ നക്ഷത്രജാതരുടെയും ജനനം ആരംഭിക്കുന്നത് ചന്ദ്രദശയിലാണ്. ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം നക്ഷത്രമധ്യത്തിലാവാം എന്ന സങ്കല്പത്തിൽ കണക്ക് കൂട്ടിയാൽ 5 വയസ്സ് വരെ ചന്ദ്രദശയും ചന്ദ്രദശാകാലം 10 വർഷമാണ്. തുടർന്ന് 12 വയസ്സ് വരെ കുജദശയും തുടർന്ന് 30 വരെ രാഹു ദശാകാലവും പിന്നീട് 46 വരെ വ്യാഴദശയും തുടർന്ന് 65 വരെ ശനിദശാകാലവും പിന്നീട് 82 വരെ ബുധദശാകാലവും വരുന്നു. ഇനി ഈ നക്ഷത്രജാതരുടെ ശ്രദ്ധിക്കേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായി സൗന്ദര്യവും സൗഭാഗ്യത്താലും അനുഗ്രഹീതരായിരിക്കും. വാക്കുകളിലും പ്രവൃത്തികളിലും ഇവർ തികഞ്ഞ കുലീനത പുലർത്തിപ്പോരുന്നു. ഈ നക്ഷത്രജാതരായ സ്ത്രീകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അതായത് മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, മക്കൾ, ഭർത്താവ്, ഇവരോട് ഒരല്പം പോലും ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുന്നതാണ്. ഈ സമയം മുതലയുടെ സ്വഭാവം കാണിക്കും, ചാടിപ്പിടിക്കും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ടാവില്ല. പക്ഷേ ഇവരോട് തെല്ലും സ്നേഹക്കുറവും ഉണ്ടായില്ല, മറിച്ച് സ്നേഹ കൂടുതൽ തന്നെയാവും. പുറത്തുള്ളവർ ഇവരെ വീക്ഷിക്കുമ്പോൾ മാനിനെ പോലെ നിഷ്കളങ്കതയും സൽഗുണ സമ്പന്നതയും പെരുമാറ്റത്താലും ഇവരെക്കാൾ നല്ല മനുഷ്യരെ കാണാൻ കഴിയില്ല എന്നുപോലുമുള്ള അഭിപ്രായം അവരിൽ ഉളവാകും. ഇവർ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അവിടെയെല്ലാം ഇവരുടെ വ്യക്തിമുദ്ര പ്രകടിപ്പിക്കും. വിട്ടുവീഴ്ചയില്ലാതെ അടുക്കും ചിട്ടയും വൃത്തിയും ഈ നക്ഷത്രജാതരുടെ അടിവരയിട്ട് പറയേണ്ടുന്ന സ്വഭാവ സവിശേഷതകൾ തന്നെ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും എത്ര തന്നെ ഉന്നതർ ആണെങ്കിൽ പോലും വെട്ടിത്തുറന്ന് പറയുവാൻ ഇവർക്ക് യാതൊരു മടിയും സങ്കോചവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ ധാരാളമായി ഉണ്ടാവാറുമുണ്ട്. എന്തായാലും ഈ സ്വഭാവം ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടിയും. ഇവർ തികഞ്ഞ സത്യസന്ധരും ഈശ്വരവിശ്വാസികളും കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരും ഒക്കെയാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ കുടുംബത്തിലെ നിലവിളക്ക് തന്നെ ആയിരിക്കും. ഉയർന്ന ചിന്താശീലവും അറിവും ഉള്ളവരാണ് ഈ നക്ഷത്രജാതർ. ദീനാനുകമ്പയുടെ കാര്യത്തിലും ദാനധർമാദികൾ ചെയ്യുന്നതിലും ഇവർ മറ്റ് നക്ഷത്രജാതരേക്കാൾ ഏറെ മുന്നിൽ തന്നെയാണ്. ശുചീകരണ വിഷയങ്ങളിൽ ഇവർ കഴിയുന്നത്ര ശ്രദ്ധ പുലർത്തുന്നു. ആരു തന്നെ ആയിരുന്നാലും, സ്വന്തം മാതാവോ സഹോദരങ്ങളോ കുട്ടികളോ ആയിരുന്നാൽ കൂടി സമയമോ സന്ദർഭമോ നോക്കാതെ ഇവർ ശക്തമായി പ്രതികരിക്കും, ഒരു വിട്ടുവീഴ്ചയും കൂടാതെ. ചിലർ
മിതഭാഷികളായും ചിലർ വളരെയധികം സംസാരിക്കുന്നവരായിട്ടും കണ്ടുവരുന്നു. ഭൂരിഭാഗം നക്ഷത്ര ജാതരെയും കൂടുതൽ സംസാരിക്കുന്നവരായി കണ്ടുവരുന്നു. ഈ നക്ഷത്ര ജാതർ സഹായിക്കുന്നവരിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നത് തിക്താനുഭവങ്ങൾ മാത്രമായിരിക്കും. മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട്. ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമില്ല എങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ രംഗത്ത് പ്രശംസനീയമായ വിധം തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് തിളക്കമാർന്ന സൂര്യനെ പോലെ ശോഭിക്കുന്നു. 35 വയസ്സിന് ശേഷമാവും ഇവർ അഭിവൃദ്ധിയിലേക്കുള്ള ഇവരുടെ യാത്ര ആരംഭിക്കുന്നത്. സാധാരണയായി ഇവരുടെ വൈവാഹിക ജീവിതം പൊതുവെ ശോഭനം തന്നെയാവും. മനസ്സിനിണങ്ങിയ ജോഡികളെ തന്നെയാവും ഇവർക്ക് ലഭിക്കുക. സൽസന്താനഭാഗ്യവും ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്ന സന്താന സൗഭാഗ്യവും ഈ നക്ഷത്ര ജാതർ അനുഭവിച്ചു വരുന്നതായി കണ്ടുവരുന്നു. ഇവരെ ശരിയായി മനസ്സിലാക്കുന്നവർ തുലോം വിരളമാണ്. തങ്കം ഉരയ്ക്കും തോറും മാറ്റു വർദ്ധിക്കുന്ന മാതിരിയാവും ഇവരെ ശരിയായി മനസ്സിലാക്കിയാൽ തനിത്തങ്കം തന്നെയാവും ഇവർ. ഇനി ഇവരുടെ 2026 ജൂൺ 1 മുതൽ 2027 ജൂൺ 30 വരെയുള്ള ചില പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിരീക്ഷിക്കാം. 7.5 വർഷമായി അനുഭവിച്ചു വന്നിരുന്ന 7.5 ശനികാലം 2025 ജനുവരി അവസാന ദിനങ്ങളിൽ മാറി. തനസ്ഥാനാധിപൻ കൂടിയായ ശനി ഇപ്പോൾ രാജയോഗ തുല്യാനുഭവങ്ങൾ നൽകി നിറയെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നു. വരുന്ന 1.25 വർഷത്തേക്ക് കൂടി കടക്കെണിയിൽ നിന്നും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും മെല്ലെ കര കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമ്പത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും ഭാഗ്യാധിപനുമായ ഗുരു അഥവാ വ്യാഴം ജൂൺ 1 തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് തൻ്റെ ഉച്ചരാശി കൂടിയായ കർക്കിടകൻ രാശിയിൽ ഇരട്ടി ബലത്തിൽ സപ്തമത്തിൽ പ്രവേശിക്കുക വഴി ഏറ്റവും അധികം ഭാഗ്യവും സമ്പത്തും കർമ്മ പുരോഗതിയും മംഗല്യയോഗവും ഒക്കെ സമ്മാനിക്കുവാനായി ഗുരു എത്തിച്ചേരുന്നു. ഒരു വ്യാഴവട്ടക്കാലത്തിൽ 12 വർഷത്തിലൊരിക്കൽ ഉച്ചരാശിയിലേക്ക് വീണ്ടും വ്യാഴം പ്രവേശിക്കുക വഴി നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും കണക്കുകൂട്ടി നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും ഇതാ വിജയകരമായി യാഥാർത്ഥ്യമാവുന്നു. ജൂൺ 2 പ്രഭാതം മുതൽ ഈ നക്ഷത്രജാതരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് ഉന്നതി, ഈ നക്ഷത്രജാതരായ പുരുഷന്മാർക്ക് തങ്ങളുടെ ഭാര്യയുടെ ഉന്നതി, അവിവാഹിതരുടെ മംഗല്യയോഗം, പ്രണയിച്ച് നടന്നിരുന്നവരുടെ പ്രണയം മംഗല്യത്തിൽ എത്തിച്ചേരുക, കർമ്മം ഇതേവരെ ലഭിക്കാതിരുന്നവർക്ക് നൂതന കർമ്മലബ്ധി, ഗൃഹം വാഹനം ഇവ വാങ്ങാനുള്ള യോഗം, വിവിധ മാർഗ സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ആഗമനം ഇവയൊക്കെ ഉച്ചരാശിസ്ഥിതനായ ഗുരു നിങ്ങൾക്ക് തരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 17 ഇതുവരെയും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നവർക്ക് നൂതന ജോലിക്കുള്ള സാധ്യതകൾ ഈ സമയം ഉരുത്തിരിയും. സെപ്റ്റംബർ 2 മുതൽ ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ കർമ്മത്തിൽ പ്രവേശിക്കുന്നു 33 ദിനങ്ങളിൽ. തുലാം രാശിയിൽ നിന്ന ശേഷം വീണ്ടും ശുക്രൻ നവംബർ 22 മുതൽ വക്രഗതിയിൽ വീണ്ടും തുലാം രാശിയിൽ പ്രവേശിക്കുന്നു. 2027 ജനുവരി 1 മുതൽ പഞ്ചമാധിപനും കർമാധിപനുമായ ശുക്രൻ ലാഭസ്ഥാനത്ത് വൃശ്ചികൻ രാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് 2027 ജൂൺ 25 വരെയും ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കാൻ കർമ്മരംഗം ഏറ്റവും പ്രോജ്വലിക്കുകയും നിലവിലുള്ള കർമ്മത്തിൽ നിന്നും പുതിയ മേഖലകളിലേക്ക് മാറുന്നതിനും വ്യാപാരികൾക്കും വ്യവസായികൾക്കും പുതിയ സ്റ്റാർട്ടപ്പ് വ്യവസായികൾക്കും ഏറ്റവും അനുകൂലത നിറഞ്ഞ സമയം തന്നെയാവും. കലാകാരന്മാർക്ക് ഏറ്റവും നല്ല അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതുമാണ്. എന്നാൽ സർവേശ്വരനായ വ്യാഴം ഇടയ്ക്ക് ഒരു 85 ദിനങ്ങളിൽ അഷ്ടമത്തിലേക്ക് കടക്കുന്നു. അതായത് നവംബർ മാസം 1 തീയതി പ്രഭാതം മുതൽ 2027 ജനുവരി 24 വരെ. ഈ സമയം ദൈവാധീനം അല്പം കുറയുകയും കാര്യങ്ങൾക്കൊരു മന്ദഗതി അനുഭവപ്പെടുകയും ചെയ്യും. ഈ സമയം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യം, തുളസിമാല ചാർത്തിക്കൽ, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വിഷ്ണു സഹസ്രനാമ ജപം, വ്യാഴാഴ്ച ഉപവാസം ഒക്കെ ചെയ്യുക വഴി ഗുണഫലങ്ങൾ ഒട്ടും തന്നെ കുറയാതെ നിലനിർത്തുവാൻ കഴിയുന്നതാണ്. 2027 ജനുവരി 24 മുതൽ വീണ്ടും വക്രഗതിയിൽ ചിങ്ങം രാശിയിൽ നിന്നും ഗുരു പിറകോട്ട് ഇരട്ടി ശക്തിയിൽ
എത്തിച്ചേരുന്നു ജൂൺ 25 വരെ. ഈ സമയം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സമയം തന്നെ ആയിരിക്കും. ജനന സമയം കർക്കടകം രാശിയിൽ ഗുരു നിൽക്കുന്നവർക്കും, കുംഭം രാശിയിൽ വ്യാഴം നിൽക്കുന്നവർക്കും, കന്നി രാശിയിൽ വ്യാഴം നിൽക്കുന്നവർക്കും, ഗജകേസരി യോഗപ്രദർക്കും സ്വദേശ വിദേശ ലോട്ടറികളിൽ നിന്ന് പോലും വലിയ വലിയ തുകകൾ സമ്മാനമായി ലഭിക്കാവുന്നതാണ്. ഒരു വ്യാഴവട്ടക്കാലത്തിലെ അമൂല്യമായ സുവർണാവസരം ഇത് തന്നെ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമ്പത്തും സൗഭാഗ്യവും കർമ്മരംഗം കൊടുമുടിയിൽ എത്തുന്നതുമായ അവസരങ്ങളാണ് തിരുവോണം നക്ഷത്ര ജാതർക്ക് എത്തിച്ചേരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 13 മാസക്കാലം 90% ദിവസങ്ങളും നിങ്ങൾക്ക് തിരുവോണ ദിനം പോലെ ആഘോഷപ്രദമായിരിക്കും. ഈ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും നിങ്ങളുടെ താല്പര്യം രേഖപ്പെടുത്തുമല്ലോ. നന്ദി, നമസ്കാരം.